സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മൂവിയാണ് നാരായണിന്റെ മൂന്ന് ആൺമക്കൾ. വെന്റിലേറ്ററിൽ കിടക്കുന്ന നാരായണിന്റെ മൂന്ന് ആൺമക്കൾ ചില പ്രത്യേക കാരണത്താൽ അവരുടെ അമ്മയുടെ മരണത്തിനായി കാത്തിരിക്കുകയും അതിനിടയിൽ സഹോദരങ്ങൾ തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധം ഉടലെടുക്കുകയും ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റോടുകൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന നാരായണിന്റെ ഇളയ മകൻ ഭാസ്കറിനെയും ഭാര്യ നഫീസയെയും രണ്ട് മക്കളെയും കാണിക്കുന്നു. ഭാസ്കറിനെ കണ്ടതും ഇളയ ചേട്ടനായ സേതുവും മൂത്ത ചേട്ടനായ വിശ്വനാഥനും ഭാസ്കറിനെ പോയി കെട്ടിപ്പിടിക്കുന്നു. സേതുവാണ് വിദേശത്തുള്ള ഭാസ്കറിനെയും മൂത്തച്ചേട്ടൻ വിശ്വനാഥനെയും വിളിച്ചു വരുത്തിയത്. കാരണം മൂന്ന് പേരുടെയും അമ്മ നാരായണി ഏറെ നാളായി കിടപ്പിലായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നു. ഡോക്ടർമാർ ഇനി അമ്മ അധിക നാൾ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ വിഷമത്തിലാണ് എല്ലാവരും. വിശ്വനും ഭാസ്കറിനും ജോലിയുണ്ട്, എന്നാൽ സേതു വിവാഹം പോലും കഴിച്ചിട്ടില്ല. അച്ഛൻ മരിച്ച ശേഷം സേതു മാത്രമായിരുന്നു അമ്മയോടൊപ്പം കുടുംബത്തുണ്ടായിരുന്നത്. അമ്മയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അന്ന് രാത്രി ചേട്ടനും അനിയന്മാരും ചേർന്ന് തിരികെ പോകുന്ന കാര്യമെല്ലാം പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ്. ഭാര്യമാർ അടുക്കളയിൽ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാസ്കർ ഹിന്ദുവും നഫീസ മുസ്ലിമുമായതിനാൽ മക്കൾക്ക് പ്രത്യേകം റിലീജിയൻ ഒന്നും ഇല്ലാതെയാണ് അവർ വളർത്തുന്നത്. ആ സമയം ഭാസ്കറിന്റെ മൂത്ത മകൻ നിഖിൽ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു. നേരം വെളുത്തെന്ന് കരുതി റൂമിൽ നിന്നും എഴുന്നേറ്റ് താഴെ വരുമ്പോഴാണ് അവന് രാത്രിയായിട്ടുള്ളൂ എന്ന് കാര്യം മനസ്സിലാവുന്നത്. മൂത്ത ചേട്ടൻ വിശ്വനാഥന്റെ ഏകമകളായ ആതിര ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരങ്ങനെ പരിചയപ്പെടുന്നു. സഹോദരങ്ങളാണെങ്കിലും അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഭാസ്കറിന്റെ ഒരു ഒളിച്ചോടിയ വിവാഹമായിരുന്നു. മാത്രമല്ല അന്യജാതിയിൽ നിന്നും വിവാഹം ചെയ്തതിൽ ആർക്കും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. ഭാസ്കറും ഫാമിലിയും UK-യിൽ സെറ്റിൽഡ് ആണ്. ആതിരയാണെങ്കിൽ PGക്ക് പഠിക്കുകയാണ്. നിഖിലിന് ഫിലിമിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം. അവൻ ആദ്യമായി ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആതിരയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ അത് കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ആ സമയം സേതുവും ചേട്ടന്മാരും ചേർന്ന് മദ്യപിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പതിയെ പതിയെ നിഖിലും ആതിരയും സംസാരിച്ച് നല്ല സൗഹൃദത്തിലാകുന്നു. ശേഷം അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും നിഖിൽ പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നു. കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൽ ഉള്ള സന്തോഷം എല്ലാവരിലും ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിട്ടും നാരായണി മരിക്കുന്നില്ല. നാരായണിയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നതറിഞ്ഞിട്ട് നാരായണിയുടെ സഹോദരി വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവരെ ആർക്കും തന്നെ ഇഷ്ടമല്ലായിരുന്നു, പ്രത്യേകിച്ച് സേതുവിന്. കാരണം മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വീട്ടിലിരുന്ന് മുഷിന്റെ നിഖിൽ ആതിരയോട് നമുക്ക് പുറത്തൊക്കെ നടക്കാൻ പോയല്ലോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും അവൾ ഓക്കെ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ നാട്ടിലുള്ള കൽപ്പടവുകളൊക്കെയുള്ള മനോഹരമായ കുളമെല്ലാം കാണാൻ പോകുന്നു. അവിടെ ഇരുന്ന് അവർ ഓരോ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരിക്കുന്നു. നിഖിലാകെ ഡള്ളായിരിക്കുന്നത് കണ്ടിട്ട് ആതിര അവനോടായി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. ആദ്യം അവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് അവൻ സത്യം പറയുന്നു. താൻ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതിന്റെ ഹാങ് ഓവറിലാണെന്നും 5 വർഷമായി പ്രണയിച്ച ഒരു പെൺകുട്ടി തന്നെ ബ്രേക്കപ്പ് ചെയ്തതിന്റെ വിഷമത്തിലാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ആതിര അവനെ സമാധാനിപ്പിക്കുന്നു. ആതിരയുടെ വാക്കുകൾ നിഖിലിന് വലിയ ആശ്വാസമായി. കാരണം അതുപോലുള്ള വാക്കുകൾ അവരോട് ആരും തന്നെ സംസാരിച്ചിരുന്നില്ല. അങ്ങനെ അവരുടെ സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നു. അങ്ങനെ തിരികെ വീട്ടിലെത്തുമ്പോൾ നിഖിൽ വളരെ ഹാപ്പി ആയിരുന്നു. ആ സമയം വീട്ടിൽ അവരുടെ അകന്ന ബന്ധുവും മകനും വന്നിരുന്നു. വിഷിന്റെ അച്ഛന് അയാൾ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാത്തതിനെ തുടർന്ന് അയാളുടെ സ്വത്ത് വിഷിന്റെ അച്ഛൻ എഴുതു വാങ്ങിച്ചിരുന്നു. അത് തിരികെ ചോദിക്കാനായിരുന്നു അയാൾ വന്നിരുന്നത്. തന്റെ അച്ഛനെയും അമ്മയും അടക്കിയ മണ്ണാണ് അതെന്നും ആ പണം മുഴുവനും താൻ തരാമെന്നും ആ വസ്തു തിരികെ തരാൻ അയാൾ ആവശ്യപ്പെടുന്നു. എന്നാൽ വിഷിനാണെങ്കിൽ അയാളോട് കൂടുതൽ പണം ചോദിക്കുന്നു. അത്രയും തുക തന്നാൽ മാത്രമേ ആ വസ്തു തിരികെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഭാസ്കർ വിഷൻ ചോദിച്ച പണം കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുത്തൂടെ എന്നും പറയുന്നു. അതിന് വിഷം പണ്ട് അയാൾ നമ്മുടെ അച്ഛനെ ജാതി പേര് പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ പണ്ടല്ലേ, ഇപ്പോഴും നമുക്ക് മുള്ളിലുമില്ലേ ഈ ജാതി സ്പിരിറ്റ്. ചേട്ടൻ ആതിരയെ വേറെ ജാതിക്കാരന് വിവാഹം ചെയ്ത് കൊടുക്കുമോ എന്നൊക്കെ ഭാസ്കർ വിഷിനോട് ചോദിക്കുമ്പോൾ വിഷിന് ദേഷ്യം വരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് അവർ വഴക്കാവുന്നു. ഇതെല്ലാം കാണുന്ന സേതുവിനാകെ വിഷമമാകുന്നു. വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒത്തുകൂടി സന്തോഷമായിട്ടിരിക്കാനായിരുന്നു സേതുവിന്റെ ആഗ്രഹം. എന്നാൽ കാര്യങ്ങൾ അതിന് വിപരീതമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത്താഴമെല്ലാം കഴിഞ്ഞ് ആതിരയും നിഖിലും പഴയ സാധനങ്ങളെല്ലാം വച്ചിരിക്കുന്ന റൂമിൽ ചെന്ന് സംസാരിച്ചിരിക്കുന്നു. ശേഷം ആതിര ആ വീട്ടിലെ പഴയ കാര്യങ്ങളെല്ലാം നിഖിലിനോട് പറയുന്നു. അതായത് ആതിര ജനിച്ച വർഷമാണ് ഭാസ്കർ നഫീസയുമായി ഒളിച്ചോടിയതെന്നും അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മരിക്കുന്നു. ഭാസ്കറിന്റെ ഒളിച്ചോട്ടവും മുത്തശ്ശന്റെ മരണവും കൂടി ആയപ്പോൾ എല്ലാവർക്കും ഭാസ്കറിനോട് ദേഷ്യമായിരുന്നു. ഇതേ സമയം നഫീസ തിരികെ പോകുന്നതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യായിരുന്നു. ഇനി അധികം ദിവസമില്ലെന്നും ഇനിയും ലീവ് എടുത്താൽ അത് ജോലിയെ ബാധിക്കുമെന്നും പറയുന്നു. അമ്മ ഇപ്പോഴും മരിക്കാതിരിക്കുമ്പോൾ അത് തിരികെ പോകുന്നതിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് രണ്ടുപേരും. പിറ്റേ ദിവസം ഡോക്ടർ വന്ന് നാരായണിയെ പരിശോധിക്കുന്നു. പൾസ് ഒരൽപ്പം വീക്കാണെങ്കിലും അമ്മയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറയുന്നു. വെന്റിലേറ്റർ ഇല്ലാതെ എങ്ങനെയാണ് അമ്മ ഇപ്പോഴും ജീവിക്കുന്നതെന്ന് വിഷം ചോദിക്കുമ്പോൾ ഡോക്ടർ ജീവൻ നിലനിർത്താൻ ചിലരുടെ ശരീരം ഫൈറ്റ് ചെയ്യും. പിന്നെ ട്യൂബ് വഴി അത്യാവശ്യം ന്യൂട്രീഷൻസ് എല്ലാം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാകാമെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ അമ്മയുടെ ജീവൻ നിലനിൽക്കുന്നത് ഭാസ്കറിനും വിഷത്തിനും ഒരു സമാധാനക്കേടായിരുന്നു. കാരണം അവരുടെ ലീവ് ജോലിയെ ബാധിക്കുമെന്നത് കൊണ്ടായിരുന്നു. പിറ്റേന്ന് വക്കീൽ വന്ന് ആധാരം പരിശോധിച്ച് സ്വത്തുവകകൾ 3 പേർക്കും ഭാഗം വെക്കാമെന്ന് പറയുന്നു.
24 വർഷം മുമ്പ് നാട് വിട്ടുപോയ ഭാസ്കറിന് സ്വത്തുവകകൾ വേണ്ട എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സേതുവിനും വിശ്വത്തിനും മാത്രമായി സ്വത്ത് രണ്ടായി വീതിച്ചാൽ മതി എന്ന് വിശ്വൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഭാസ്കറിനാണെങ്കിൽ അതത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. സേതു വിവാഹം കഴിക്കാത്തത് കൊണ്ട് പിന്നീട് അവരെന്തെങ്കിലും സംഭവിച്ചാൽ ആ സ്വത്തും കൂടി വിശ്വൻ എടുക്കാമെന്നൊക്കെ ഭാസ്കർ നഫീസയോട് പറയുന്നു. തനിക്കതൊന്നും കേൾക്കണ്ട എന്നും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും നഫീസ പറയുന്നു. എന്നാൽ യുകെയിൽ അവർക്കുള്ള കടമൊക്കെ നഫീസ ഭാസ്കറിനെ ഓർമ്മിപ്പിക്കുന്നു. അതും കൂടി കേട്ടതോടെ ഭാസ്കർ വീണ്ടും സ്വത്തിന്റെ കാര്യം സംസാരിക്കാൻ വിശ്വന്റെ അടുത്ത് ചെല്ലുന്നു. നീ ഒളിച്ചോടിയ വിഷമത്തിലാണ് അച്ഛന് അറ്റാക്ക് വന്നത്. പിന്നെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ മാത്രമാണെന്ന് പറഞ്ഞ് രണ്ടുപേരും വഴക്കാവുന്നു. ഇത് കേട്ടോണ്ട് സേതു അവിടേക്ക് വരുന്നു. സ്വത്തല്ലേ നിനക്ക് വേണ്ടത്, നീ എന്റെ സ്വത്ത് എടുത്തോ എന്ന് സേതു ഭാസ്കറിനോട് പറയുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കാനാണ് സേതു നോക്കുന്നത്. എന്നാൽ എനിക്ക് ആരുടെയും ഔദാര്യമൊന്നും വേണ്ട, എനിക്ക് ആവശ്യപ്പെട്ട സ്വത്ത് മാത്രം മതി എനിക്കെന്ന് ഭാസ്കർ പറയുന്നു. നീ കാമുകിയുമായി കറങ്ങി നടക്കുന്ന സമയം അമ്മയുടെ കാര്യവും വീട്ടിലെ കാര്യവും നോക്കിയത് ഞാനാണ്, അല്ലാതെ അഞ്ചും കുണിക്കാൻ അറിയാത്ത ഈ പൊട്ടനല്ല എന്ന് സേതുവിനെ ഉദ്ദേശിച്ച് വിശ്വൻ പറയുന്നു. അത് കേട്ടതും സേതുവിന് വിഷമമാവുന്നു. കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന മുദ്ര കുത്തിയാണ് എപ്പോഴും സേതുവിനെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ വിളിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ എല്ലാവരും അയാളെ പൊട്ടൻ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തിലുള്ള സ്നേഹം കൊണ്ടും അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടുമൊക്കെ ആവും സേതു പഠിക്കാഞ്ഞതും ജോലിക്ക് പോകാഞ്ഞതും. എന്നാൽ മറ്റുള്ളവരാണെങ്കിൽ അയാളുടെ കഴിവക്കേടായിട്ടാണ് കണ്ടിരുന്നത്. ഇതേസമയം ആതിരയുടെ റൂമിൽ നിന്നും ഒരു ഗസൽ ആസ്വദിക്കുകയായിരുന്നു നിഖിൽ. ആതിരയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ നിഖിലിനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ശേഷം അവർ പാരന്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആതിര അവളുടെ അമ്മയുമായി എപ്പോഴും വഴക്കാണ്. സേതു അങ്കിൾ എന്താണ് വിവാഹം കഴിക്കുന്നതെന്ന് നിഖിൽ ആതിരയോട് ചോദിക്കുന്നു. പുള്ളി വേറൊരു ടൈപ്പാണ്, പുള്ളിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു, അത് ചീറ്റിപ്പോയി എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേട്ടിരുന്നു. ചിലപ്പോ അതിന്റെ വിഷമത്തിലായിരിക്കാമെന്ന് ആതിര പറയുന്നു. നിഖിൽ അവളോട് സംസാരിക്കുമ്പോൾ കൂടുതൽ താൻ കംഫർട്ട് ആകുന്നു എന്ന് ആതിരയോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ ആതിരയ്ക്ക് കൂടുതൽ സന്തോഷമാകുന്നു. നീ സിംഗിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആതിര അതെ എന്ന് പറയുന്നു. അങ്ങനെ അവർക്കിടയിലെ സൗഹൃദം പതിയെ മറ്റൊരു ബന്ധത്തിലേക്ക് എത്തുന്നു. നിഖിൽ പതിയെ അവളുടെ വിരൽ തൊടുന്നു. ആതിരയാണെങ്കിൽ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നിഖിലിന്റെ കുഞ്ഞനുജത്തി അവിടേക്ക് വരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും ശ്രദ്ധ അവളിലേക്കാകുന്നു. പിറ്റേ ദിവസം വിഷൻ തന്റെ ബോസിനോട് സംസാരിക്കുകയാണ്. 3 ദിവസത്തേക്കും കൂടി തനിക്ക് ലീവ് കിട്ടണമെന്ന് പറയുന്നു. എന്നാൽ അയാൾക്ക് നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അന്നും ഡോക്ടർ വന്ന് അമ്മയെ പരിശോധിക്കുന്നു. എങ്ങനെയാണ് അവർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് ഡോക്ടർക്കും അത്ഭുതമായിരുന്നു. അമ്മ ഇപ്പോൾ മരിക്കുമെന്ന് ഡോക്ടറിനോട് വന്ന് വിഷൻ ഒരു ദയമില്ലാതെ ചോദിക്കുന്നു. ഇത് കേട്ട് ഡോക്ടർക്ക് ദേഷ്യം വരുന്നു. ഒരാൾ എപ്പോൾ മരിക്കുമെന്ന് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞങ്ങൾ പഠിച്ചത് ജീവൻ രക്ഷിക്കാനാണ്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അമ്മയല്ലേ, നോക്കിക്കൂടെ എന്നൊക്കെ ഡോക്ടർ ദേഷ്യപ്പെട്ട് പറയുന്നു. അന്ന് രാത്രി അവിടുത്തെ അമ്പലത്തിൽ കളിയാട്ടം കാണാൻ പോകാനായി എല്ലാവരും റെഡിയാകുന്നു. സെറ്റ് സാരിയെല്ലാം ഉടുത്ത് സുന്ദരിയായി നിൽക്കുന്ന ആതിരയെ നിഖിൽ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചെറിയമ്മയെ മുത്തശ്ശിയുടെ അടുത്ത് നിർത്തിയാണ് എല്ലാവരും കളിയാട്ടം കാണാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും കളിയാട്ടമെല്ലാം കണ്ടു നിൽക്കുമ്പോൾ നിഖിലും ആതിരയും അവിടെയുള്ള ഒരു കുളക്കരവിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും അവർ പരസ്പരം കിസ് ചെയ്യുകയും ചെയ്യുന്നു. സ്വന്തം ചേച്ചിയും അനുജനുമായിരുന്നിട്ടും രണ്ടാളുടെയും മനസ്സിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധമായി മാറിയിരുന്നു. എല്ലാവരും കളിയാട്ടം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ആതിരയും നിഖിലും എത്തിയിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ആതിരയും നിഖിലും കയറി വരുന്നു. അത് കാണുന്ന ആതിരയുടെ അമ്മ അവളെ വഴക്ക് പറയുന്നു. അന്ന് രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ നിഖിലിനും ആതിരയ്ക്കും മാത്രം ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നിഖിൽ സേതുവിന്റെ കൂടെയാണ് ഉറങ്ങുന്നത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നിഖിൽ സേതുവിന്റെ റൂമിൽ നിന്നും ആതിരയുടെ റൂമിലേക്ക് പോകുന്നു. കയ്യിലൊരു ചെറിയ ബോക്സും ഉണ്ടായിരുന്നു. അത് സേതുവിന്റെ റൂമിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് അതിലുള്ള ചുരുട്ട് എടുത്ത് രണ്ടാളും ആസ്വദിച്ച് വലിക്കുന്നു. അപ്പോഴേക്കും സേതു വന്ന് കതകിന് തട്ടുന്നു. അവൻ ആ ബോക്സ് എടുത്തു എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സേതു അവിടേക്ക് വന്നത്. ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണെന്നൊക്കെ ആതിര പറയുമ്പോൾ എന്നാ എന്റെ കൂടെ കൂടിക്കോ എന്ന് സേതുവും പറയുന്നു. അത് കേട്ടതോടെ അവർക്ക് സന്തോഷമായി. അമ്മയുടെ അനിശ്ചിതാവസ്ഥ തുടരുന്നത് കൊണ്ട് തന്നെ ഭാസ്കർ നേരെ അമ്മയുടെ റൂമിലേക്ക് വരികയും അമ്മയെ കൊല്ലാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് ഭാസ്കറിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മുറിയിൽ വിഷൻ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നെ കൊണ്ടും എന്നെ കൊണ്ടും ഇതൊന്നും നടക്കില്ല എന്നും ഞാനും ട്രൈ ചെയ്തതാണെന്നും വിഷൻ പറയുന്നു. നിഖിൽ ഈ സമയം സേതുവിനോട് നിങ്ങളെന്താ വിവാഹം ചെയ്യാതിരുന്നതെന്ന് ചോദിക്കും. ഒരിക്കൽ എല്ലാം സെറ്റായതായിരുന്നു. ആ സമയത്താണ് ഭാസ്കർ നഫീസയും കൊണ്ട് ഒളിച്ചോടിയത്. അത് കാരണം നാട്ടിലും വീട്ടിലും ആകെ പ്രശ്നങ്ങളായി. അങ്ങനെ ആ വിവാഹം മുടങ്ങിയെന്ന് സേതു പറയുന്നു. ആതിരയ്ക്ക് ഒരു പയ്യനുമായി അടുപ്പമുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ എവിടെയെന്ന് സേതു ചോദിക്കുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ബ്രേക്കപ്പ് ആയി എന്ന് ആതിര പറയുന്നു. ബന്ധങ്ങൾ അല്ലെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണെന്നും ഏത് ബന്ധമായാലും ഒരു ബൗണ്ടറി നമ്മൾ സൂക്ഷിക്കണമെന്നും സേതു വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. എല്ലാവരും പൊട്ടൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പൊട്ടനല്ല എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു പക്ഷേ ആതിരയുടെയും നിഖിലിന്റെയും അടുപ്പം മനസ്സിലാക്കിയത് കൊണ്ടാവും സേതു അങ്ങനെ പറഞ്ഞത്. ഈ സമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വിഷനും ഭാസ്കരനും പറഞ്ഞു തീർക്കുന്നു.
പിറ്റേ ദിവസം ലീവ് കഴിയാറായ കാര്യം നഫീസ ഭാസ്കറിനെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് നഫീസയും കുഞ്ഞും തിരിച്ചു പോകാമെന്നും ഭാസ്കറും നിഖിലും 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വരാമെന്നും തീരുമാനിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നഫീസ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം ആതിരയുടെ അമ്മ അവളോട് PSC അപ്ലൈ ചെയ്യാൻ പറയുന്നു. എന്നാൽ ആതിരയ്ക്ക് അതിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ജോലിയുമില്ലാതെ നീ എത്ര ദിവസം ഞങ്ങളുടെ ചിലവിൽ കഴിയുമെന്നൊക്കെ അമ്മ അവളോട് ദേഷ്യപ്പെട്ട് പറയുന്നു. അവളും തിരികെ ദേഷ്യപ്പെടുന്നു. തന്റെ കാര്യം നോക്കാൻ തനിക്കും അറിയാമെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അന്ന് രാത്രി അത്താഴമുണ്ണാൻ ആതിര എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നിഖിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഭക്ഷണം കഴിച്ച ശേഷം ആതിരയുടെ റൂമിലേക്ക് പോകുന്നു. അവൾക്ക് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കും. ഇതേ സമയം ഭാസ്കറിനോട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ കാര്യം വിഷൻ ഭാര്യയോട് പറയുന്നു. ഇത് കേട്ടതും അവർക്ക് പ്രോപ്പർട്ടി കൂടി ഭാസ്കറിന് കൊടുക്കുമോ എന്നായിരുന്നു അവരുടെ ടെൻഷൻ. അതൊന്നും താൻ ആലോചിച്ചിട്ടില്ല എന്ന് വിഷൻ പറയുന്നു. അവളാണ് എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കുന്നതെന്ന് അമ്മ വിഷത്തോട് പറയുമ്പോൾ അവിടെ ആതിര അമ്മയാണ് എന്നോട് വഴക്കുണ്ടാക്കുന്നതെന്ന് നിഖിലിനോടും പറയുന്നു. അങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിഖിൽ നിന്നെ ദേഷ്യപ്പെടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറയുന്നു. രണ്ടാളും അവിടെ കടലിൽ കിടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവരുടെ സംസാരം പതിയെ വളരെ ക്ലോസ് ആവുകയും പതിയെ ഫിസിക്കൽ റിലേഷനിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഈ സമയം മകളോട് സംസാരിച്ച് അവളെ സമാധാനിപ്പിച്ച് അമ്മയോട് സോറി പറയാൻ കൊണ്ടുവരാൻ വേണ്ടി ആതിരയെ വിളിക്കാനായി മുറിയിലേക്ക് വരികയായിരുന്നു വിഷം. നിർഭാഗ്യവശാൽ ഡോർ ലോക്ക് ചെയ്യാൻ അവർ മറന്നിരുന്നു. ഡോർ തുറന്ന് വിഷം അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആതിരയും നിഖിലിനെയുമാണ്. അയാളൊന്നും നോക്കാതെ നിഖിലിനെ പൊതിരെ തല്ലുന്നു. ആകെ ഭയന്നു പോകുന്ന നിഖിൽ മുറിയിൽ നിന്നും ഇറങ്ങിയോടുന്നു. ബഹളം കേട്ട് അവിടേക്ക് എത്തുന്ന നഫീസ നിഖിലിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. എന്താ പ്രശ്നമെന്ന് ഭാസ്കർ ചോദിക്കുമ്പോൾ നിന്റെ മോൻ എന്റെ മോളോട് എന്ത് വൃത്തികേടാണ് ചെയ്തതെന്ന് അവനോട് തന്നെ ചോദിക്കാൻ വിഷൻ പറയുന്നു. വന്നപ്പോൾ മുതൽ അവളല്ലേ എന്റെ മോന്റെ പുറകെ നടന്നതെന്ന് ഭാസ്കർ പറയുന്നു. ഇത് കേട്ടതും രണ്ടുപേരും വഴക്കാവുന്നു. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്നത്തെയും പോലെ സേതു വന്ന് ഇടപെടുന്നു. അവരെ പിടിച്ചു മാറ്റാൻ സേതു ശ്രമിക്കുമ്പോൾ വിഷം സേതുവിനെ വഴക്ക് പറയുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവനെ ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന്. അമ്മ ഒരിക്കലും ഇവന് മാപ്പ് കൊടുക്കില്ല. എല്ലാത്തിനും കാരണം നീയാണെന്ന് സേതുവിനോട് പറയുമ്പോൾ അയാൾക്ക് ഒരുപാട് വിഷമമാവുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞിട്ടല്ല ഭാസ്കറിനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ഭാസ്കറിന് മനസ്സിലാവുന്നത്. അമ്മ എന്താ തന്നെ കുറിച്ച് പറഞ്ഞതെന്ന് ഭാസ്കർ സേതുവിനോട് ചോദിക്കുന്നു. കുറച്ചു നാളെങ്കിലും എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങളൊന്നും ഒട്ടും സ്നേഹമില്ലാത്ത ആളുകളാണ്. ഇത്രയും നാൾ അമ്മയെ നോക്കി ഞാൻ തന്നെയല്ലേ, ഇനിയും ഞാൻ തന്നെ നോക്കിക്കോളാം. നാളെ തന്നെ എല്ലാവരും തിരിച്ചു പോയിക്കോളാം. സേതു താക്കീത് നൽകി അവിടെ നിന്ന് പോകുന്നു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ ചെറിയമ്മ മക്കളെ വിളിച്ച് പറയുന്നു. അവരോട് രാവിലെ തന്നെ ഇവിടുന്ന് പോയിക്കോളാൻ സേതു പറയുന്നു. പിന്നീട് രാവിലെ തന്നെ എല്ലാവരും പോകാൻ റെഡിയാവുന്നു. അതുകൊണ്ട് തന്നെ ഭാസ്കർ ഒരു വക്കീലിനെ കണ്ട് തനിക്ക് സ്വത്തിൽ ഭാഗമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെന്റ് വാങ്ങി സേതുവിന് കൊടുക്കുന്നു. ശേഷം അവിടെ നിന്നും ഇറങ്ങാൻ നേരം ആതിരയുടെ യാത്ര പറഞ്ഞിട്ട് വരാൻ നിഖിലിനോട് ഭാസ്കർ പറയുന്നു. തന്റെ അച്ഛൻ ഇത്രയും ഓപ്പൺ മൈൻഡ് ഉള്ള ആളാണെന്ന് നിഖിലിന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ശേഷം നിഖിൽ ആതിരയുടെ അടുത്തേക്ക് വന്നിട്ട് തനിക്കുണ്ടാക്കി തന്ന മാറ്റത്തിന് താങ്ക്സ് ഒക്കെ പറയുന്നു. നമ്മൾ ഒരുമിച്ചുള്ള മൊമെന്റ്സ് ഒക്കെ ഞാനും എപ്പോഴും ഓർക്കുമെന്ന് ആതിരയും പറയുന്നു. അങ്ങനെ അവൻ പോയതോടെ ആതിരയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു. ശേഷം ഭാസ്കർ ഇറങ്ങാൻ പോകുമ്പോൾ സേതു വിഷനെ വിളിക്കുന്നു. എന്നാൽ വിഷം വരാൻ കൂട്ടാക്കിയില്ല. ഭാസ്കർ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നു. സേതുവിന് എപ്പോഴാണ് തിരികെ വരിക എന്ന് ചോദിക്കുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് ഭാസ്കർ അവനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. എന്നാൽ ഭാസ്കർ പോകുന്നത് ജനൽ വഴി വിഷം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിൽ വിഷമത്തോടെ സേതു അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. ശേഷം കാറിൽ പോകുന്ന ഭാസ്കറിന് സേതുവിന്റെ ഫോൺ കോൾ വരുന്നു. നാരായണി മരിച്ചു എന്ന വാർത്തയായിരുന്നു അത്. തിരികെ വരുന്ന ഭാസ്കറിനെയും വീണ്ടും അവർ ഒരുമിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ എൻഡ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.